ഹേ ഗായ്സ്, കുറേ നാൾക്ക് ശേഷം ഇന്നാണ് വീഡിയോ ഇടുന്നത്. ഈ പോക്ക് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എവിടെ പോകുന്നതെന്ന്. ഇന്നൊരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി പോവുകയാണ് ഗൈസ്. പക്ഷേ ഈ മഴ എനിക്ക് ഒട്ടും അനുകൂലമല്ലായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കട ഓർമ്മയുണ്ട്? ഈ കട ഞാൻ ഒരു തവണ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കൊല്ലം വരെ പോകാനൊരു മടിയുണ്ട്. എന്നാലും നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മളെ ബസ് എത്തി. ഞാൻ ബസ് കയറിയത് തൊട്ട് ഈ കണ്ടക്ടറിൻ്റെ നിപ്പാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ബസ്സിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നങ്ങ് കൊട്ടിയത്തെത്താൻ പറ്റി. അങ്ങനെ കൊട്ടിയത്തെത്തിയപ്പോഴേക്കും ഇത്രയും ബസ് കാണുന്നത്. ഇതിലേത് ബസ്സിൽ കയറണമെന്നങ്ങ് കൺഫ്യൂഷൻ. ഏതാണ് ആദ്യം പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ക്രോസാക്കി അപ്പുറത്ത് നിന്നപ്പോൾ ഇതിലേത് കയറണമെന്ന് കൺഫ്യൂഷൻ. അങ്ങനെ ഒന്നും നോക്കില്ല, നേരെ AK ട്രാവൽസിൽ കയറി. ഞാൻ വലിയ തിരക്കില്ലെന്ന് പ്രതീക്ഷിച്ചു, എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഈ സമയത്തോട്ട് ബസ്സിൽ വലിയ തിരക്കില്ലാത്തതാണ് കൊല്ലത്തോട്ട് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ മാടന്നട എത്തി. ഗായ്സ്, നമ്മളെ പരവൂർ മാത്രമേ ഉള്ളൂ മഴ, കൊല്ലത്തൊന്നും ഒരു മഴയും ഇല്ല. അപ്പോൾ ഗായ്സ്, ഞാൻ എവിടെ എത്തിയെന്ന് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതില്ലല്ലോ, എന്നാലും ഞാൻ പറയാം. നമ്മളെ കൊല്ലത്തുള്ള വി പാർക്കിലെത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വെച്ചിട്ടായിരിക്കും ഇന്നത്തെ കോണ്ടന്റ് ക്രിയേഷൻ എന്ന്. പക്ഷേ ഇവിടെ വെച്ചിട്ടല്ല ഇന്നത്തെ കോണ്ടന്റ് ക്രിയേഷൻ. ഇവിടെ വന്നിട്ടാണ് എല്ലാവരെയും പിക്ക് ചെയ്ത് ബീച്ചിലോട്ട് പോകുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരമായില്ല, ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു കൂട്ടം ഫാമിലി അവിടെ വി പാർക്കിൽ ഒന്ന് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ അവരവിടെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എത്തി. ഇവരൊക്കെയാണ് നമ്മളെ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയുള്ള ആളുകൾ. ഈ നീല ഉടുപ്പിട്ടാക്കുന്നവൻ്റെ പേരാണ് ലൈജു. അവനാണ് ക്യാമറമാൻ. മറ്റേത് ഹരിക്കുട്ടൻ. ഇതാണ് നമ്മളെ കാമുകൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെ ക്യാമറാമാൻ പറയുവാണ് ഞാൻ കിടിലോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ ഹരിക്കുട്ടൻ അതൊക്കെ കേട്ടോണ്ടിരിക്കുക. അങ്ങനെ ഞാനും ലൈജും കൂടെ ഒരു സ്കൂട്ടി കയറി നേരെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗൈസ്, നമ്മളെ തൊട്ട് മുമ്പിൽ തന്നെ ഹരിയും അലനും ഉണ്ട്. അലനെന്ന് ഉദ്ദേശിച്ച് നമ്മളെ കാമുകൻ. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. ഇനി നമ്മൾ 4 പേരല്ല, ഇനി ഒരു 2 ചേച്ചിമാരും കൂടെ വരാനുണ്ട്. അങ്ങനെ നമ്മൾ എവിടെ ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ആലോചിച്ച് കിടക്കുമ്പോഴത്തേക്കാണ് ക്യാമറമാൻ പറയുന്നത് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം, അവിടെ നല്ല വെതറാണെന്ന്. പക്ഷേ നമ്മളത് വേണ്ടെന്ന് വെച്ച്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ 2 പേരിൽ ഒരാൾ എത്തിയത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വലിയ ആൾക്കാരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാം. അപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവൻ്റേതായ ഐഡിയാസൊക്കെയാണ് അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തിരയിൽ വെച്ചിട്ടുള്ളൊരു ഷോട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അലനണ്ണനാണ് ഇതേ കണക്ക് പൊസിഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചീനെ തിരയുടെ അടുത്തോട്ട് കൊണ്ടുവരുത്തോണ്ട് ഷോട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു ക്യാമറമാൻ അല്ല 2 ക്യാമറമാന്മാരുണ്ട്. അപ്പോൾ ആ നടന്നു പോകുന്നത് നമ്മളെ രണ്ടാമത്തെ ക്യാരക്ടറാണ്. അപ്പോൾ അലനണ്ണൻ വിളിക്കുകയാണ് എടി എവിടെ പോകുന്നത്. നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്താൽ അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ ക്യാമറമാൻ ഒരു കോൾ വന്നപ്പോഴത്തേക്ക് അതെണ്ണം പറഞ്ഞ് നിങ്ങൾ അഭിനയിച്ചാൽ ഞാൻ ടേക്ക് എടുത്തോളാം, വെറുതെ സമയം പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞു. എല്ലാം നല്ലോണം എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തെല്ലാം നശിപ്പിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നാളെ എടുക്കാമെന്ന്. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.